മഹിമയുടെ രഹസ്യം എന്ന് പറയപ്പെടുന്ന ആദ്യത്തെ മൂന്നെണ്ണം യേശുവിൻ്റെ ഇഹലോക ജീവിതത്തിൻ്റെ മഹത്വീകരണവും നാലാമത്തെ അഞ്ചാമത്തെ രഹസ്യങ്ങൾ പരിശുദ്ധ കന്യകാമാതാവിന് ലഭിച്ച മഹത്വീകരണവുമാണ്. മഹിമയുടെ രഹസ്യങ്ങൾ ധ്യാനിക്കുമ്പോൾ യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ പരമോന്നത പ്രകാശനമാണ് അവിടുത്തെ ഉത്ഥാനം, മരണത്തോൽപ്പിച്ച ഉത്ഥാനം. അത് നമുക്ക് ആ രംഗം ധ്യാനിക്കുമ്പോൾ ആ ഉത്ഥാനത്തിൻ്റെ ഒരു ഉത്ഥാനത്തിൽ നമ്മളെ യേശു പങ്കാളികളാക്കിയിരിക്കുന്ന സന്തോഷത്തോടെയാണ് നമ്മൾ ആ ദൈവരഹസ്യത്തിൽ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ മാതാവും ഭക്തസ്ത്രീകളും കണ്ടപ്പോൾ അവർക്കുണ്ടായിരുന്ന ആ വികാരങ്ങളോടെയാണ് ഒന്നാമത്തെ മഹിമയുടെ രഹസ്യത്തിൽ നമ്മളും യേശുവിനെ കണ്ടുകൊണ്ട് പ്രാർത്ഥന ഉരുവിടുന്നത്. ആ ഉദ്ധാനത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം അനുഭവിച്ച ആൾ പരിശുദ്ധ അമ്മ. അമ്മയുടെയും ആ സന്തോഷത്തിലും ആനന്ദത്തിലും നമ്മൾ പങ്കുചേർന്നുകൊണ്ട് ആ ദീപരഹസ്യത്തിൽ പ്രാർത്ഥന ഉരുവിടുന്നു. രണ്ടാമത്തെ രഹസ്യത്തിൽ ഈ സ്വർഗത്തിലേക്ക് ഈശോ കയറിപ്പോകുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ആത്യന്തിക ലക്ഷ്യം സ്വർഗമാണെന്നുള്ള ആ ചിന്തയിൽ മുഴുകിക്കൊണ്ട് സ്വർഗത്തിലേക്കുള്ള നമ്മുടെ യാത്രയാണ് ഈ ജീവിതം എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ മഹത്വത്തിൽ ആ സ്വർഗത്തിലേക്കുള്ള ആ പ്രവേശനത്തിലുള്ള ആനന്ദം നമ്മുടെ ഉള്ളിൽ അനുഭവിച്ചുകൊണ്ടാണ് നമ്മൾ ഈശോയെയും മാതാവിനെയും ആ രംഗത്ത് സ്നേഹത്തിൻ്റെയും പ്രാർത്ഥന വിഷയമാക്കുന്നത്. അങ്ങനെ മൂന്നാമത്തെ രഹസ്യം പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളും ശരിക്കും അനുഭവിച്ചുകൊണ്ടാണ് സ്വർഗസ്ഥനായ പിതാവേ നന്മ നിറഞ്ഞ നമ്മൾ ചൊല്ലി പ്രാർത്ഥന. മാതാവിനെ ശരീരത്തോട് എടുക്കപ്പെടുന്ന രംഗം നമുക്ക് ഏറ്റവും ആനന്ദകരമായ രംഗമാണ്. ഭൂമിയിൽ ക്ലേശവും ദുഃഖവും കഷ്ടതകളും സങ്കടങ്ങളും മാത്രം അനുഭവിച്ച് ജീവിച്ച മാതാവ് ശരീരത്തോടെ സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് എടുക്കപ്പെടുന്ന ആ രംഗം ധ്യാനിച്ചുകൊണ്ട് അതിൽ അത്യധികം ആനന്ദിച്ചുകൊണ്ട് മാതാവിനെ പ്രകീർത്തിച്ചുകൊണ്ടും കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ടൊക്കെ നമ്മൾ മാതാവിനെ പ്രകീർത്തിക്കുകയും ഈശോയെ ആരാധിക്കുകയും ചെയ്യുകയാണ്. അഞ്ചാമത്തെ രഹസ്യത്തിൽ ഈ മാതാവ് സ്വർഗത്തിന് രാജ്ഞിയായി അവരോധിക്കപ്പെടുന്ന ആ രംഗം എത്ര വലിയ ആനന്ദത്തോടെയും അതിലെത്ര വലിയ സന്തോഷത്തോടെയും മുഴുകാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു അനുഭവത്തിലാണ് അവിടെ നമ്മൾ മാതാവിനെ ദർശിക്കുന്നത്. അതിനെല്ലാം കാരണക്കാരനായ ഈശോയെയും സ്വർഗത്തിൽ കണ്ടുകൊണ്ട് നമ്മൾ അവിടെയും ഈ പ്രാർത്ഥനകൾ ഉരുവിടുകയാണ്. അപ്പോൾ എന്ന് പറയുമ്പോൾ പ്രാർത്ഥനയെ പറ്റിയാണ് ഞാൻ കൂടുതലും ഈ അവസരങ്ങളൊക്കെ പറഞ്ഞത്. അതേസമയം തന്നെ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയും ത്രിത്വസ്തുതിയും കൂടെ പരിഗണിക്കണം. ആ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സംഭവമൊക്കെ എല്ലാത്തിനും തുടക്കക്കാരനും അതിനെല്ലാത്തിനും മുൻകൈ എടുത്തവനുമായ പിതാവായ ദൈവത്തോടുള്ള സ്നേഹവും നന്ദിയും നിറഞ്ഞു കവിഞ്ഞ ഹൃദയത്തോടെയാണ് നമ്മൾ സ്വർഗസ്ഥനായ പിതാവിനെ പ്രാർത്ഥന ചൊല്ലേണ്ടത്. അതുപോലെ തന്നെ ഓരോ രഹസ്യത്തിൻ്റെ അവസാനത്തിലും ത്രിത്വസ്തുതി, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ച് പൂർത്തിയാക്കിയതാണ് മനുഷ്യരക്ഷാകർമ്മം. ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം മുതൽ അവിടുത്തെ സ്വർഗാരോഹണം, പരിശുദ്ധാത്മാവിനെ അയക്കുന്ന ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ഒന്നിച്ചുള്ള പ്രവൃത്തിയാണ്. അതുകൊണ്ട് മൂവരോടും നമ്മൾ ഹൃദയത്തോടെയാണ് ആ ത്രിത്വസ്തുതി അർപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്.